2026 യോഗിനി ഏകാദശി ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഈ വർഷം സ്മാർത്ത ആചാരപ്രകാരം 2026 ജൂലൈ 10 വെള്ളിയും വൈഷ്ണവ ആചാരപ്രകാരം ജൂലൈ 11 ശനിയുമാണ് നമ്മൾ യോഗിനി ഏകാദശി ആചരിക്കുന്നത്. ഏകാദശി തിഥി ആരംഭം 2026 ജൂലൈ 10 രാവിലെ 8:16 അവസാനം 2026 ജൂലൈ 11 പുലർച്ചെ ഏകദേശം 5:22 ആണ്. ഈ ഒരു ഏകാദശി ദിവസത്തെ സംബന്ധിച്ച് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ജൂലൈ 10 വെള്ളിയാഴ്ചയാണോ ജൂലൈ 11 ശനിയാഴ്ചയാണോ ശരിക്കും യോഗിനി ഏകാദശി വരുന്നത് എന്നാണ് പലർക്കും സംശയം. നിങ്ങളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര കലണ്ടർ പിന്തുടരുന്നവരോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മുതൽ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ആചരിച്ചിരുന്ന പോലെ ലളിതമായി വ്രതം അനുഷ്ഠിച്ചിരുന്നവരോ ആണെങ്കിൽ ജൂലൈ 10 വെള്ളിയാഴ്ച വ്രതമെടുക്കാം. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അന്നാണ് ഏകാദശി പ്രാധാന്യമായി കണക്കാക്കുന്നത്. നിങ്ങൾ കർശനമായ വൈഷ്ണവ നിയമങ്ങൾ പാലിക്കുന്നവരാണെങ്കിൽ ജൂലൈ 11 ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. ഏത് ദിവസം തിരഞ്ഞെടുത്താലും പ്രധാനം മനസ്സിന്റെ ശുദ്ധിയും ഭഗവാനോടുള്ള ഭക്തിയുമാണ്. യോഗിനി ഏകാദശി ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന അതിപുണ്യദിനമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പാപക്ഷയമുണ്ടാകുമെന്ന് പറയുന്നു. ആരോഗ്യവും ഐശ്വര്യവും ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിച്ച് മോക്ഷമാർഗത്തിലേക്ക് പുരോഗതി നേടുമെന്നാണ് വിശ്വാസം. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യ ദിവസം 2026 ജൂലൈ 11 ശനിയാഴ്ചയാണ്. അന്നാണ് ശരിക്കും യോഗിനി ഏകാദശി ആരംഭിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ആചരിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് എങ്ങനെ ഏകാദശി എടുക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. പ്രാർത്ഥിക്കാതെ എന്തൊക്കെ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. പത്മപുരാണത്തിൽ പറയുന്ന കഥയാണ് പ്രസിദ്ധം. കുബേരന്റെ പൂന്തോട്ടം പരിപാലിച്ചിരുന്നത് ഹേമമാലി എന്ന യക്ഷനായിരുന്നു. ദിവസവും മാനസ സരോവരത്തിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്ന് ശിവനെ ആരാധിക്കേണ്ടത് അവന്റെ ചുമതലയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഭാര്യയായ വിശാലാക്ഷിയോടുള്ള സ്നേഹത്തിൽ മുഴുകിയ ഹേമമാലി പൂക്കൾ എത്തിക്കാൻ മറന്നു. ഇതിൽ കോപിതനായ കുബേരൻ അവനെ ശപിച്ചു. ശാപഫലമായി ഹേമമാലിക്ക് കുഷ്ഠരോഗം ബാധിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ദുഃഖിതനായ ഹേമമാലി പിന്നീട് മാർക്കണ്ഡേയ മഹർഷിയെ സമീപിച്ചു. മഹർഷി അവനോട് യോഗിനി ഏകാദശി വ്രതം ആചരിക്കാൻ ഉപദേശിച്ചു. ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചതോടെ ശാപം മാറി രോഗം സുഖപ്പെട്ടു. അവൻ വീണ്ടും തന്റെ പഴയ മഹത്വം വീണ്ടെടുത്തു. ഈ കഥ യോഗിനി ഏകാദശി പാപനാശിനിയാണെന്നും ഭഗവാന്റെ കൃപ നേടാൻ സഹായിക്കുന്നതാണെന്നും വ്യക്തമാക്കുന്നു. ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ദശമി ദിവസം തന്നെ സാത്വിക ഭക്ഷണം കഴിച്ച് മനസ്സ് ശുദ്ധമാക്കുക. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും തുളസിയോടെ പൂജിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. ധാന്യങ്ങൾ ഒഴിവാക്കി ഉപവസിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിർജ്ജലവ്രതമോ ഫലാഹാര വ്രതമോ പാലിക്കാം. ദ്വാദശി ദിവസം പാരണ നടത്തി വ്രതം സമാപിപ്പിക്കുക. ഏകാദശി ദിവസം ചെയ്യേണ്ട ദാനങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ അന്നദാനം, വസ്ത്രദാനം, പഴവർഗ്ഗങ്ങൾ ദാനം, കുടിവെള്ളം നൽകൽ, പശുവിന് ഭക്ഷണം നൽകൽ, തുളസിച്ചെടി നട്ടുപിടിപ്പിക്കൽ എന്നിവ പുണ്യകരമാണെന്ന് വിശ്വസിക്കുന്നു. ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള യോഗിനി ഏകാദശി വ്രതം ആത്മീയ പുരോഗതിക്കും മനഃശാന്തിക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനും കാരണമാകും എന്നാണ് പുരാണ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.